നമസ്കാരം. ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? പറയുന്ന വാക്കാണ്. ഒരു വാക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പരസ്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ രഹസ്യമായി വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടോ? ഏത് സന്ദർഭത്തിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തല പോയാൽ സമ്മതിക്കണം. അതിനെ സംബന്ധിച്ച് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്നത് മാന്യതയും മര്യാദയുമാണ്. അതില്ലാത്ത വ്യക്തികളാണ് നമ്മുടെ നാട്ടിലെ സംഘികൾ എന്ന് പറയേണ്ടി വരികയാണ്. എന്തുകൊണ്ടെന്നല്ലേ, നമ്മുടെ നാട്ടിൽ ഈ പെട്രോൾ വില 50 രൂപയ്ക്ക് കൊടുക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. സംഘപരിവാറിന്റെ സ്വന്തം ചാനലായ ഏഷ്യാനെറ്റിന് പോയിരുന്ന് കേരളത്തിലെ BJP-യുടെ പ്രസിഡന്റും ഇപ്പോ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഉള്ളിസുല നടത്തിയ ആ പ്രതികരണം ഈ ലോകം മുഴുവൻ കേട്ടതാണ്. അതായത് ഈ പെട്രോൾ വില ഇപ്പോ റോക്കറ്റ് വിടും പോലെയാണല്ലോ. അതായത് നമ്മുടെ നാട്ടിൽ പറയും പോലെ ഈ ചന്ദ്രയാൻ പോകുന്നതിനേക്കാൾ വേഗത്തിലാണ് ഈ രാജ്യത്തെ പെട്രോൾ വില കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ചോദ്യം ഉയർന്ന സന്ദർഭത്തിൽ അദ്ദേഹം മുൻപ് ഏഷ്യാനെറ്റിൽ പറഞ്ഞ പ്രതികരണം എന്താണെന്ന് ആദ്യം കേൾക്കാം. എന്നിട്ട് ഇന്ന് അതേ ചോദ്യം ആവർത്തിക്കപ്പെടുമ്പോൾ അതിൽ ഉൾട്ടയടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്താണ് ആ വ്യക്തി എന്ന് ഓരോരുത്തരും വിലയിരുത്താനുള്ള ഒരു സന്ദർഭമാണ്. അപ്പോ ആദ്യ പ്രതികരണത്തിലേക്ക്. 2 മാസം കഴിയുമ്പോ 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ ഓട്ടോറിക്ഷക്കാരന് ജനങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ വിനു, ഇവിടെ അല്ലല്ല എന്റെ ചോദ്യത്തിന് ഒറ്റ കണ്ടില്ലേ, ഏഷ്യാനെറ്റിലിരുന്ന് ഉള്ളിസുര ഈ വാചകം വളരെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് ഒരുപാട് വിഷു വന്നു, ഓണം വന്നു, പെരുന്നാൾ വന്നു, ക്രിസ്തുമസ് വന്നു, ഒരുപാട് തെരഞ്ഞെടുപ്പ് വന്നു, പലതിനും ഉള്ളിസുര തോറ്റു. ഇപ്പോ വീണ്ടും ഒരു മത്സര രംഗത്ത് ഇറങ്ങുമ്പോൾ അദ്ദേഹം മുൻപ് പറഞ്ഞ വാചകത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞില്ലേ 50 രൂപയ്ക്ക് പെട്രോൾ ഈ നാട്ടിൽ കൊടുക്കുമെന്ന്. ആ കൊടുക്കുമെന്ന് പറഞ്ഞത് ഇപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഒന്ന് കേട്ടെ. ഇന്ന് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയ ഒരു പ്രതികരണമാണ്. ഈ പ്രസിഡന്റ് ഒരു വിഷയങ്ങൾ ഇപ്പം പണ്ട് പറഞ്ഞ ആ സംഭവങ്ങൾ 50 രൂപ പെട്രോൾ കിട്ടുമ്പോൾ ആ സംഭവം ഇപ്പോഴും ട്രോളായി പൊങ്ങി നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനത്തിന്റെ പണിയല്ലേ? അല്ല, ഇത് AK സെന്റർ അല്ല. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ ഒരു ശക്തമായ മത്സരം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ കോൺഗ്രസ്സുകാർ തുടങ്ങിയിട്ടുണ്ട് ക്യാപ്സ്യൂൾ. അതിന്റെയാണോ? അല്ല, ഇത് ക്യാപ്സ്യൂൾ അല്ലല്ലോ. ഇത് ഒരു വേളയിൽ നിങ്ങൾ ഇന്റർവ്യൂ പറയുന്ന ഒരു ചാൻസ് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള ധാരാളം പ്രചരണങ്ങൾ ഈ സമയം അതിനുള്ളിൽ നടക്കുന്നുണ്ട്. അതിനൊക്കെ പിന്നാലെ പോയിട്ട് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. വലിയ ഗൗരവ വിഷയമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മഹത്യ, സപ്ലൈകോയില് ഭക്ഷണ കേട്ടില്ലേ, ക്യാപ്സ്യൂളാണ് അത്ര. അത് ഞാൻ പറഞ്ഞല്ല, നിങ്ങൾക്ക് ഞാനാണെന്ന് തോന്നുന്നതാണ്. നമ്മുടെ കണ്ണിനെയും കാതിനെയെല്ലാം ഒരു ഉളുപ്പുമില്ലാതെ അപാര തൊലിക്കട്ടിയുടെ പുറത്തു നിന്നങ്ങ് പറ്റിക്കുകയാണ്. പറഞ്ഞത് ഞാനല്ല, അത് നിങ്ങളുടെ ക്യാപ്സ്യൂളാണത്ര. തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിക്കുന്നതുകൊണ്ട് ക്യാപ്സ്യൂളുമായിട്ട് വരികയാണ്. അന്ന് ഞാൻ പറഞ്ഞു അതിലെന്ത് സാങ്കേതികത്വം സംഭവിച്ചു അത് പറയാനുള്ള ആർജവുമില്ല. അതായത് വെറും വാക്ക്, പാഴ്വാക്ക്, പഴയ ചാക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഉള്ളിയുടെ വാക്കുകളെല്ലാം അത് വരുന്ന ചാക്ക് പോലെ തന്നെയാണ്. കാര്യം ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ അതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. എപ്പോ വേണോ പൊട്ടാൻ 4 പാടും ചിതറാം. അതുപോലെയാണ് വാക്ക്. പറയുന്ന വാക്ക് എപ്പോ വേണോ മാറ്റാൻ 4 പാടും ചിതറി ഓടുന്ന രീതിയിലുള്ള വാക്കുകൾ മാത്രം പറഞ്ഞ് എസ്കേപ്പിസം അടിച്ചു പോവുകയാണ്. ഇത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന ക്വാളിറ്റി അല്ല. കാര്യം ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു രാഷ്ട്രീയ മാലിന്യം പോലെയാണ്, ഈ അഴുകിയ ഉള്ളിയെ പോലെയാണ്. ഈ നല്ല ഉള്ളികളുടെ കൂട്ടത്തിൽ ഒരു അഴുകിയ ഉള്ളി ഇരുന്നാൽ എന്താണ് അവസ്ഥ? ബാക്കിയുള്ളതിനെയും കൂടെ ബാധിക്കും. അപ്പോ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ അതിൽ ആത്മാർത്ഥത വേണം. അല്ലാതെ അവരുടെ കണ്ണിൽ പൊടിയിടാൻ, അവരെ പറ്റിക്കാൻ, ഇവരുടെ തന്നെ തലതൊട്ടപ്പനായി ശ്രീധരൻപിള്ള പറഞ്ഞ പോലെ ഇതൊക്കെ വെറുതെ നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ വെറും പൊട്ടന്മാരാണെന്ന് കരുതുന്നവർ, വെറും കഴുതകളാണെന്ന് കരുതുന്നവർ ഇതുപോലുള്ള പല വാചകങ്ങളും പല സന്ദർഭങ്ങളിലും ഒരു ഹീറോയിസ്റ്റിക് പരിവേഷത്തിന് വേണ്ടി അടിക്കും. പിന്നീട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കരുത്. ചോദിച്ചാൽ ഇങ്ങനെയുള്ള എസ്കേപ്പിസം അടിച്ചങ്ങ് പോകും. ഇതൊക്കെയാണ് ഈ നാട്ടിലെ യഥാർത്ഥ സംഘപരിവാറുകാർ. മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. മോഹന വാഗ്ദാനങ്ങൾ മുന്നിലേക്ക് വാരി വിതറിയേക്കാം, ഒന്നും നടക്കില്ല. നമ്മളെ കാര്യം കാണാൻ വേണ്ടി നമ്മൾ പലതും പറയും. നമ്മളെ ന്യായീകരിക്കാൻ വേണ്ടി ഇതുപോലുള്ള പല മധുര മനോജ്ഞ വാക്കുകൾ വാരി വിതറിയെന്നിരിക്കും. അത് കേട്ട് കോരിത്തരിച്ചിരിക്കുന്ന നിങ്ങൾ
പിന്നീട് ഇത് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വരരുത്. അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപ്സ്യൂൾ ആണെന്ന് ഞങ്ങൾ പറയും. അതാണ് ഞങ്ങളുടെ വാക്കിന്റെ വില.